എന്റെ അയൽവക്കത്തുള്ള ഒരു ചേച്ചിക്ക് അലമാരിയിൽ നിന്ന് 42,86,500 രൂപ കിട്ടിയ കഥയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചുമ്മാ പൈസയായിട്ടിരുന്നിട്ടുള്ള ഒരു പൈസ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് പല വർഷം മുൻപ്, അതായത് 1994 SBIയുടെ 500 ഷെയറുകൾ വാങ്ങി വെച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത് അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആർക്കും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല. ഷെയർ ആണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ്, ഇന്നുള്ള പോലെ ഡിമാറ്റ് അക്കൗണ്ട് രൂപത്തിലൊന്നും അല്ല. പണ്ട് ഷെയറുകൾ ഓരോരോ സർട്ടിഫിക്കറ്റുകളായിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് ഇന്ന കമ്പനിയുടെ ഷെയർ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. ഇത് ആർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആന്റിയുടെ ഭർത്താവ് 2000 മരിച്ചു പോവുകയും ചെയ്യും. ആകസ്മികമായിരുന്നു മരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷെയർ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരു 500 ഷെയറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഈ ആന്റിക്കോ അവരുടെ മക്കൾക്കോ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്ത് ഈ അലമാരി ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് ആന്റി ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കാണുന്നത്. അത് പൈസയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പലരോടും ചോദിച്ചു. ഉത്തരവൊന്നും കിട്ടിയില്ല. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അപ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപായിട്ട്, ഈ 500 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറുകൾക്ക് 1994 വാങ്ങിയിട്ടുള്ള 500 ഷെയറുകൾക്ക് ഇന്നത്തെ വില എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആന്റി ശരിക്കും ഞെട്ടിപ്പോയി. 42,86,500 രൂപയാണ് ഈ ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, 500 ഷെയറുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 1994 വാങ്ങിയത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ അത് 5000 ഷെയറുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 2014 SBI ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന് വിധേയമായിട്ടുണ്ട്. അതായത് ഒരു ഷെയർ 10 ഷെയറുകളായിട്ട് മാറുന്ന ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അത് കൊണ്ട് തന്നെ 5000 ഷെയർ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്, എഫക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്ന് 857 രൂപ 30 പൈസയാണ് ഈ ഷെയറിന്റെ വില. ആ വില 5000 ഷെയറുകൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42,86,500 രൂപയായിട്ടുണ്ട്. പേപ്പർ രൂപത്തിലുള്ള ഷെയറുകൾ സാധാരണ ഷെയറുകളാക്കി മാറ്റുന്നത് എളുപ്പമാണ് എന്നുണ്ടെങ്കിലും, പേപ്പർ രൂപത്തിലുള്ള ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആള് മരിച്ചു പോയിട്ട് അത് സാധാരണ രൂപത്തിലാക്കി അത് പൈസയാക്കി മാറ്റുന്നത് വളരെ ഗുലുമാല് പിടിച്ച പരിപാടിയാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അവരത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും പേഴ്സണൽ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള സപ്പോർട്ടുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. പേപ്പർ രൂപത്തിലുള്ള ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പുതിയ ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് ഈ ഷെയറുകൾ ട്രാൻസ്മിഷൻ ചെയ്യണം. അതിനുശേഷം ആ ഷെയറുകൾ ഡിമെറ്റീരിയലൈസ് ചെയ്യണം, അതായത് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റണം. എന്നിട്ട് മാത്രമേ ഇത് സെല്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ 3 സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അത് ഓണർ മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ്. ഓണർ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡിമെറ്റീരിയലൈസേഷൻ പ്രോസസ്സും അതിന്റെ സെല്ലിംഗ് പ്രോസസ്സും മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ഡിമെറ്റീരിയലൈസേഷൻ പ്രോസസ്സും സെല്ലിംഗ് പ്രോസസ്സും വളരെ എളുപ്പത്തിൽ നമ്മുടെ ബന്ധുക്കൾ അടക്കമുള്ള കുറച്ചധികം പേർക്ക് നമ്മളത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കേസ് ഡിഫറെന്റ് ആണ്. ഓണർ മരിച്ചു പോയിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഷെയറുകൾ ഈ മരിച്ചുപോയ ആളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ അതിൽ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേര് ട്രാൻസ്മിഷൻ എന്നാണ്. ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ട്രാൻസ്മിഷൻ ചെയ്യുന്നത് ഈ മരിച്ചുപോയ ആളുടെ ഷെയറുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യല്ല. യഥാർത്ഥ ഉടമ മരിച്ചു പോകുമ്പോൾ അത് കുടുംബത്തിലെ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക്, അവിടെ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഭാര്യയും 2 മക്കളും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഷെയറുകൾ നിയമപരമായിട്ട് അവരുടെ പേരിലേക്ക് ആക്കി മാറ്റുന്ന രീതിയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുക. അത് ഫോളോ ചെയ്യുന്നത് കുറച്ച് മാനുവൽ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറിജിനൽ ഷെയർ സർട്ടിഫിക്കറ്റ് വേണം. രണ്ടാമത്തേത് ഈ മരിച്ച ആളുടെ മരണ സർട്ടിഫിക്കറ്റിന്റെ നോട്ടറൈസ് ചെയ്ത കോപ്പി, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ കോപ്പി എടുത്ത് നോട്ടറി പബ്ലിക്കിനെ കണ്ട് അത് നോട്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. മൂന്നാമത്തേത് മരിച്ചുപോയ ആളുടെ നിയമപരമായ അവകാശികളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം. ഒന്നുകിൽ അത് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന സക്സഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ അത് അവസാനം പറയാം. അപ്പോൾ ഒന്നുകിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കോർട്ടിൽ നിന്നുള്ള സക്സഷൻ സർട്ടിഫിക്കറ്റ് വേണം. കോർട്ടിൽ നിന്നുള്ള സക്സഷൻ സർട്ടിഫിക്കറ്റ് എമൗണ്ട് ഉയർന്ന ഒരു എമൗണ്ട് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആവശ്യം, അല്ലെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മതിയാവും. അതുപോലെ നമ്മൾ ആരുടെ പേരിലേക്കാണോ ഈ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പാൻ കാർഡ്, അവരുടെ ആധാർ കാർഡ്, ഇതിന്റെ കോപ്പികൾ വേണം. ഇനി ഈ സിറ്റുവേഷനിൽ ആന്റിയാണ് ഇത് ഓൺ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ 2 കുട്ടികളുടെയും സമ്മതപത്രം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്.
അതായത് പ്രായപൂർത്തിയായ കുട്ടികളാണ്. അവര് ഒരു സമ്മതപത്രം ഈ ഷെയറുകൾ അമ്മയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിൽ ഒബ്ജക്ഷൻ ഒന്നുമില്ല എന്നെഴുതിയിട്ടുള്ള ഒരു NOCയുടെ ആവശ്യമുണ്ട്. ഇത്രയും ഡോക്യുമെന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം എല്ലാ ഷെയറുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ഉണ്ട്. SBIയുടെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് KFinTech എന്ന് പറയുന്ന കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ KFinTechന്റെ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ റിക്വസ്റ്റ് ഫോം TRF എന്ന് പറഞ്ഞൊരു ഫോം കിട്ടും. ആ ഫോമിൽ അതിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടും. ആ റെസിപ്റ്റ് നമ്മൾ ഇത് കൊടുത്തു എന്നുള്ളതിന്റെ രേഖയാണ്. ഫില്ല് ചെയ്ത് TRF ഫോം അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ ഡോക്യുമെന്റുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഈ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യുകയും അത് സത്യസന്ധമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പുതിയ ആളുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളെയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ചാനൽ ഇതുപോലുള്ള വിവരങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോർട്ടിൽ നിന്നുള്ള സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാലോ. കേരളത്തിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഈ മരിച്ച ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും നിങ്ങൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ആധാർ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖയും അടക്കം നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ സമീപിക്കുകയാണ് വേണ്ടത്. അവരൊരു ഫീസ് ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കും. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളുടെ താലൂക്ക് കേന്ദ്രത്തിലേക്ക് അത് പോവുകയും അത് അതാത് വില്ലേജ് ഓഫീസറെ അറിയിക്കുകയും വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഒരു വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം വില്ലേജ് ഓഫീസർ ഒരു റിപ്പോർട്ട് താലൂക്കിലേക്ക് അയച്ച് താലൂക്കിൽ നിന്ന് ഗവൺമെന്റ് തലത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. ഏകദേശം 1 മുതൽ 2 മാസം വരെ അത് എടുക്കാറുണ്ട്. ഇതിലും കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് ഈ സക്സഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി രജിസ്ട്രാർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സാധാരണ ഒരു റിക്വസ്റ്റ് നമ്മൾ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയോ ഇതിന്റെ എമൗണ്ട് വളരെ കൂടുതലായിട്ട് കാണുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സക്സഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു ലെറ്റർ വരികയാണ് ചെയ്യുക. ആ സക്സഷൻ സർട്ടിഫിക്കറ്റ് കോടതിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ സക്സഷൻ സർട്ടിഫിക്കറ്റ് വരാൻ സാധ്യതയുള്ള മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കങ്ങൾ ഈ ഓണർഷിപ്പിനെ സംബന്ധിച്ച് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജില്ലാ കോടതിയിൽ ഈ സക്സഷൻ സർട്ടിഫിക്കറ്റിനായിട്ട് ഒരു പെറ്റീഷൻ സമർപ്പിക്കുക എന്നുള്ളതാണ്. മരണ സർട്ടിഫിക്കറ്റും നമ്മളുമായിട്ട് ബന്ധം തെളിയിക്കുന്ന രേഖകളും ഞാൻ നേരത്തെ പറഞ്ഞ രേഖകളൊക്കെ തന്നെ സമർപ്പിക്കണം. അതോടൊപ്പം ഒരു കോർട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ ഒരു പബ്ലിക് നോട്ടീസ് പ്രസിദ്ധീകരിക്കും. ഇന്ന തീയതിയിൽ മരിച്ചുപോയ ഇന്ന ആളുടെ ബന്ധുക്കൾ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ വന്നിട്ടുണ്ട്, അതിന് പരാതിയുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ സമീപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രപരസ്യമൊക്കെ വരും. അതിനുശേഷം നിങ്ങൾ ആരൊക്കെയാണോ ഇതിന്റെ ഓണേഴ്സ് ആയിട്ട് പറയുന്നത് അവരെ കോടതി വിളിപ്പിക്കുകയും അത് ഈ കോടതി ആ ഹിയറിംഗിന് ശേഷം സക്സഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യാം. ഇതാണ് നമ്മൾക്ക് നേരത്തെ ഞാൻ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ രേഖകളിൽ ആവശ്യമുള്ള 2 പ്രധാനപ്പെട്ട രേഖകൾ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എടുക്കാനുള്ള സ്റ്റെപ്പുകൾ. ഈ സക്സഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും ഏകദേശം 2-3 മാസമൊക്കെ എടുക്കും എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഡോക്യുമെന്റുകളൊക്കെ അതിന് ശേഷം നമ്മൾ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റിലേക്ക് സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2-3 മാസത്തിന് ശേഷം നമുക്ക് പേപ്പർ ഷെയറുകൾ നമ്മളുടെ പുതിയ പേരിൽ നമുക്ക് കിട്ടും. അതായത് ഈ കേസിൽ ആന്റിയുടെ പേരിൽ ഈ പുതിയ ഷെയറുകൾ ഇപ്പോഴത്തെ എണ്ണം ഷെയറുകൾ കിട്ടും. 500 ഷെയറുകളാണ് അന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭർത്താവ് വാങ്ങിയത് എന്നുണ്ടെങ്കിലും ഇന്ന് 500 ഷെയറിന് പകരം 5000 ഷെയറുള്ള ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇങ്ങനെ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഷെയറുകളെ ഇലക്ട്രോണിക് രൂപത്തിൽ മാറ്റുക അല്ലെങ്കിൽ ഡിമാറ്റ് രൂപത്തിൽ മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ഡിമാറ്റ് പ്രൊവൈഡർ ബ്രോക്കറെ സമീപിക്കുകയും അവരെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ഡിമാറ്റ് എടുക്കുകയും ഈ ഷെയർ സർട്ടിഫിക്കറ്റ് അവർക്ക് കൈമാറുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ 3 മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പുതിയ ഓപ്പൺ ചെയ്ത ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടും. ഇതിനായിട്ട് ബ്രോക്കർ സബ്മിറ്റ് ചെയ്യുന്ന ഫോമിന്റെ പേര് ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം DRF എന്ന് പറഞ്ഞതാണ്. അത് അവർ തന്നെ യൂഷ്വലി ഫില്ല് ചെയ്യാണ് ചെയ്യുക. ഈ ഫിസിക്കൽ ഷെയറും ഈ DRFും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3-4 ആഴ്ചയ്ക്കുള്ളിൽ ആന്റിയുടെ പേരിലുള്ള പുതിയ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് അത് ക്രെഡിറ്റ് ആവും. ഈ സ്റ്റെപ്പുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ
അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും അതാത് ദിവസത്തെ വിലയിൽ നമുക്ക് ഷെയറുകൾ വിൽക്കാം. ഇപ്പൊ ഇന്നാണ് അത് ക്ലിയർ ചെയ്ത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ 5000 ഷെയറുകൾ 42 ലക്ഷം രൂപയ്ക്ക് വിറ്റ് ആ പൈസ ആന്റിക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാൻ യൂഷ്വലി ഒരു 5-6 മാസം എടുക്കും. എങ്കിലും വെറുതെ ഒന്നും ഇല്ലാതിരിക്കുന്നതിലും നല്ലതാണല്ലോ ഈ 42 ലക്ഷം രൂപ കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ കോമൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടുകൾ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളോടെ കാണാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം. ഇതുപോലെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കായിട്ട് സപ്പോർട്ട് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയറും കൂടെ ചെയ്തു കൊടുക്കാം.